വാഴക്കുളം പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിനായി അഭിഭാഷക കമ്മീഷൻ വീണ്ടും സ്ഥലത്ത് വൻ സുരക്ഷാ സന്നാഹമാണ് നിലവിലുള്ളത്. അമൽനാഥ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. അമൽനാഥ്, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. എന്താണ് നിലവിലത്തെ സ്ഥിതിഗതികൾ? സിന്ധൂരി, വാഴക്കുളത്ത് ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉള്ളത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇത്തരത്തിൽ കുടിയൊഴിപ്പിക്കലിന്റെ ഭാഗമായി ഇവിടെ അഭിഭാഷക കമ്മീഷൻ എത്തുമെന്ന് മനസ്സിലാക്കി പ്രതിഷേധത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെയുള്ള ജനങ്ങൾ, അതായത് പ്രധാനമായും 8 വീട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിരുന്നു. എന്നാൽ ഏകദേശം 1 മണിയോടുകൂടിയായിരുന്നു അഭിഭാഷക കമ്മീഷൻ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം അഭിഭാഷക കമ്മീഷൻ ഈ സംഭവ സ്ഥലത്ത് എത്തുകയും പിന്നീട് മടങ്ങിപ്പോവുകയുമായിരുന്നു. ഏകദേശം 1 മണിയോടുകൂടിയായിരുന്നു ആദ്യഘട്ടത്തിൽ അഭിഭാഷക കമ്മീഷൻ എത്തിയത്. എന്നാൽ പിന്നീട് വീണ്ടും ഏകദേശം 4:30യോടുകൂടി അഭിഭാഷക കമ്മീഷൻ വീണ്ടും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ഇവരുടെ വീടുകളിലേക്ക് എത്തേണ്ട പ്രധാനപ്പെട്ട പാലം, കോൺക്രീറ്റ് പാലത്തിന് മുകളിൽ കസേരയിട്ടായിരുന്നു പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതുവഴിയല്ലാതെ തൊട്ട് സമീപത്തുള്ള മറ്റൊരു ചെറിയ വഴിയിലൂടെ അഭിഭാഷക കമ്മീഷനും ഒപ്പം തന്നെ പോലീസും ഇവരുടെ വീടുകളിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ജനങ്ങൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തുകയുമായിരുന്നു. ഒരു തരത്തിലും ഈ അഭിഭാഷക കമ്മീഷനെ ഈ സംഭവ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കില്ല, അതായത് തങ്ങളുടെ വീടുകളിലേക്ക് നോട്ടീസ് പതിപ്പിക്കുന്നതിന് വേണ്ടി പ്രവേശിപ്പിക്കില്ല എന്നാണ് ഇവിടെ പ്രതിഷേധക്കാർ പറയുന്നത്. കാരണം ഇവിടെ ഹൈക്കോടതിയുടെ ആ ഉത്തരവ് ആദ്യം നടപ്പിലാക്കുക, ഞങ്ങൾ ആർക്കും എതിരല്ല, പക്ഷെ ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കിയാൽ മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി തയ്യാറാകണ്ടു എന്നാണ് ഇത്തരത്തിൽ പ്രതിഷേധക്കാർ പറയുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഈ സംഭവ സ്ഥലം അത് ഏകദേശം ഇവിടെ 19 ഏക്കർ സ്ഥലമാണ് പുറമ്പോക്കായുള്ളത്. അതിൽ 2.5 ഏക്കർ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ഒരു അവകാശവാദം ഒരു സ്വകാര്യ വ്യക്തി ഉന്നയിച്ചിരുന്നു. ആ സ്ഥലം കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തുക, സർവേ നടപടികളൊക്കെ തന്നെയും പൂർത്തിയാക്കുക എന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. അത് നടപ്പിലാക്കിയാൽ മാത്രമേ ഇത്തരത്തിൽ തങ്ങളുടെ ഈ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ വീടുള്ള പ്രദേശത്തേക്ക് കടക്കാനുള്ള അനുമതി തരൂ എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. അതേസമയം തന്നെ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇത്തരത്തിൽ ഇവിടെയുള്ള ഈ 8 വീട്ടുകാരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. അത് താൻ എന്ത് തന്നെ സംഭവിച്ചാലും അത് താൻ നടപ്പിലാക്കുമെന്നാണ് അഭിഭാഷക കമ്മീഷൻ പറയുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ തുടരുന്നത്. എന്തു തന്നെയായാലും താൻ അകത്തേക്ക് കടക്കുമെന്ന് പറഞ്ഞ അഭിഭാഷക കമ്മീഷനും ഒപ്പം തന്നെ ഒരു തരത്തിലും ഇത്തരത്തിൽ ആരെയും തങ്ങളുടെ പ്രദേശത്തിലേക്ക്, അതായത് ഈ ഒരു പറഞ്ഞ വീടുകളുള്ള 8 വീടുകളുടെ പ്രദേശത്തേക്ക് കടത്തിവിടില്ല എന്ന് പറഞ്ഞു പ്രതിഷേധക്കാർ ശക്തമായ പ്രതിഷേധം തന്നെയാണ് സംഭവ സ്ഥലത്ത് തീർക്കുന്നത്. ശരി, വ്യക്തമാണ് അമൽനാഥ്. വാഴക്കുളം പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിനായാണ് അഭിഭാഷക കമ്മീഷൻ ഇപ്പോൾ വീണ്ടും സ്ഥലത്തെത്തിയത്. ഇന്ന് തന്നെ 2ാമത്തെ പ്രാവശ്യമാണ് അവർ അവിടെ എത്തിയത്. 8 കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ അവിടെ ഒരു പ്രതിഷേധം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഒരു ഹൈക്കോടതി വിധി നടപ്പിലാക്കാതെ തങ്ങളുടെ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് തങ്ങളുടെ വീടുകളിൽ പതിപ്പിക്കുവാൻ അനുവദിക്കുന്നില്ല എന്നാണ് അവിടെയുള്ള പൊതുജനങ്ങളുടെ പൊതുവായ ആവശ്യം. അമൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.